നമ്മള് നോർത്ത് ഡക്കോട്ടയിൽ കയറിയിരിക്കുകയാണ് അല്ലേ? നമുക്ക് ഇങ്ങനെ അങ്ങ് പോയേക്കാം. അവിടെ അല്ല പഞ്ചാബി കേട്ടോ. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുമ്പോഴത്തേക്കും നമ്മൾ മൊണ്ടാനയിലാണ്. മൊണ്ടാനയുടെ മലമ്പ്രദേശമൊന്നും അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലേ? ഇപ്പൊ തന്നെ വലിയ താമസമില്ല, 1 മണിക്കൂറിനുള്ളിൽ നോർത്ത് ഡക്കോട്ടയിലേക്ക് കയറും. ഞാനുണ്ടായിരുന്നു ഓട്ടോ ഒക്കെ കുഴപ്പമില്ല. ഇടയ്ക്ക് ഇച്ചിരി കാറ്റുണ്ടായിരുന്നു. നമ്മള് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു വലിയ മലകളൊക്കെ കയറി അപ്പുറത്തെ സൈഡിൽ നമുക്ക് ടെമ്പറേച്ചർ താഴെയാ. അത് ഈ മൊണ്ടാനയിൽ തന്നെ കുറച്ച് മലകളുണ്ടല്ലോ. അതെ അതെ, കാരണം ഇവിടെ ഇപ്പൊ ഒരു പൊതുവെ വാമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അല്ലേ? ഇവിടെ 30-31. എനിക്കൊന്ന് മലയുടെ ആ ഭാഗത്തൊക്കെ ഒരു 15-14 ആ ഒരു. എന്നാലും നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമുക്ക് 37 ഡിഗ്രി ഒക്കെ അല്ലായിരുന്നു ഷിഫ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 3-4 മല അങ്ങ് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ നേരെ ടെമ്പറേച്ചർ 15ലേക്ക് പോയി. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന I-94 എന്ന് പറയുന്ന ഹൈവേ ആണ്. എന്നാ സാറേ? അല്ല, അത്യാവശ്യം വെയിറ്റ് ഉള്ളത് നന്നായിരുന്നു. കാറ്റ് ലോഡിന് നല്ല കാറ്റുണ്ടല്ലേ? ഒടുക്കത്തെ കാറ്റാട്ടോ. ഇച്ചിരി കാറ്റിന്റെ ഇത് കുറഞ്ഞതാ. അവിടെ മറ്റേ ഇറക്കവും വളവും എല്ലാം കൂടെ വരും. എനിക്കൊന്ന് ഇത് പൊതുവെ മൊണ്ടാനയിലെ പാവങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം വലിയ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വേറെ പ്രത്യേകിച്ച് വളരൊന്നുമില്ലല്ലോ ഈ ഒരു ഏരിയയില്. ഇവിടെ പശുക്കളെ വളർത്തുന്നു. പിന്നെ മൈനിങ്ങുകാരൊക്കെ ഉണ്ട്. അല്ല, മൈനിങ് അത് മൈൻ ചെയ്താലും വലിയ വില കൂടിയ സാധനമൊന്നും കിട്ടൂലെന്നോ. അത് വേറെ വലിയ കമ്പനികളാണോ? അങ്ങനെ നമ്മള് നോർത്ത് ഡക്കോട്ടയിൽ കയറിയിരിക്കുകയാണ് അല്ലേ? നോർത്ത് ഡക്കോട്ട മറ്റേ റൺവേ കിടക്കുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ റോഡ്. സത്യമായിട്ടും ഫ്ലൈറ്റിന്റെ റൺവേ കിടക്കുന്ന പോലെ ഒരു പോയിന്റ് പോലും മാറാതെ. പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. കുറെ എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം. നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് ഡക്കോട്ടയിലാണ് കേട്ടോ. നോർത്ത് ഡക്കോട്ടയിലെ ഒരു റെസ്റ്റ് ഏരിയയിൽ നമ്മൾ ഷിഫ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. മൊണ്ടാനയുടെ സിമിലർ ആയിട്ടുള്ള ജോഗ്രഫി ആണെന്നുണ്ടെങ്കിലും പുല്ലിനൊക്കെ ഒരു ക്വാളിറ്റി വന്നിട്ടുണ്ടോ നോക്കിക്കേ. നമ്മുടെ മൊണ്ടാനയുടെ ഇപ്പുറത്തെ സൈഡിൽ ഇന്നിപ്പോൾ നമ്മൾ നേരം വെളുത്തപ്പോൾ പറഞ്ഞില്ലായിരുന്നു, അത് മൊത്തത്തിൽ ഒരു എന്നാ പറയുന്നത് കാട് പിടിച്ച ടൈപ്പ് സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഇവിടുത്തെ പുല്ലൊക്കെ കണ്ടോ ഒരു നല്ല അടിപൊളി ലോണിൻ്റെ ക്വാളിറ്റി ഉള്ള പുല്ലാണ്. ശരിക്കും ഇത് റെസ്റ്റ് ഏരിയയുടെ പുറകു സൈഡാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് വന്നേക്കുന്നത്. കണ്ടോ, കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന വിജനമായ ഭൂമിയാണ്. ഒത്തിരി വലിയ പൊക്കമുള്ള മരങ്ങളൊന്നുമില്ല. ഒടുക്കത്തെ കാറ്റാട്ടോ, ഒടുക്കത്തെ കാറ്റ്. കണ്ട, ഈ കാണുന്നതാണ് നോർത്ത് ഡക്കോട്ടയുടെ ഫ്ലാഗ്. അല്ല, ഇനി അടുത്ത് നമ്മുടെ എന്നാ പറയാ നെക്സ്റ്റ് ഫ്യൂലിംഗ് ലൊക്കേഷൻ അല്ലേ? ഫാർഗോ. അത് ശരിക്കും വേറൊരു ഹൈവേയുടെ സൈഡിലായിരിക്കുന്നത്. നമ്മൾ പോകുന്ന 94ന്റെ സൈഡിലല്ല ഇരിക്കുന്നത്, 29ന്റെ സൈഡിലായിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ ഹൈവേയിലോട്ട് ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. റാമ്പ് ഇറങ്ങി പോയി തൊട്ടടുത്ത എക്സിറ്റ് തന്നെ ഇതിൻ്റെയാ. ഇനിയിപ്പോൾ വഴിതെറ്റി 29 തന്നെ നേരെ പോയാലും കുഴപ്പമൊന്നുമില്ല. അതൊന്നുമില്ല, പിന്നെ പരന്നിങ്ങനെ കിടക്കുക, കുറെ പുല്ല് മാത്രമുണ്ട്. നമുക്ക് ഇന്ന് കവർ ചെയ്യാനുള്ളത് 373, ഏകദേശം ഒരു 350 കിലോമീറ്റർ ഈ നോർത്ത് ഡക്കോട്ട കഴിയും. നോർത്ത് ഡക്കോട്ടയിൽ നിന്ന് നേരെ മിനിസോട്ട കയറുന്നു. മിനിസോട്ട കവർ ചെയ്ത് വിസ്കോൺസിൻ
വിസ്കോൺസിൻ, ഇലിനോയി, ഇന്ത്യാന, മിഷിഗൺ, ഒണ്ടാറിയോ. ഗ്യാരി ചെല്ലുമ്പോൾ 94 അവസാനിക്കും. അങ്ങ് ഇലിനോയി വരെ ഈ ഒരൊറ്റ ഹൈവേ ആണ് 94. ഓക്കെ സാറേ. ആ കാറ്റെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കാറ്റാട്ടോ. അവിടെ ദേവശാച്ച പറഞ്ഞ പോലെ നമ്മുടെ ലോഡ് അത്യാവശ്യം വെയിറ്റ് ഉള്ളതായത് നന്നായി, അല്ല നമ്മളെ മറിച്ചിട്ടാണ്. അപ്പോൾ തന്നെ സ്റ്റിയറിങ് ഇങ്ങനെ ഒരറ്റത്തേക്ക് വലിച്ചു പിടിച്ചേക്കുക. നിങ്ങളിപ്പോൾ കടന്നുപോയ ആ ഒരു റോഡിന്റെ സൈൻ കണ്ടോ? സ്ഥലത്തിന്റെ പേര് മണ്ടൻ. ആലോചിച്ച് അല്ല, നിങ്ങൾക്ക് ലൗസിന്റെ എംബ്ലം കാണുന്ന കഴിയുമ്പോൾ തന്നെ കാപ്പിയുടെ ആ ഒരു ചിന്ത ഓട്ടോമാറ്റിക്കലി തലയിലോട്ട് ഫീഡായി വരും. ഇപ്പൊ പണ്ട് ആദ്യമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പം ഈ അന്ന് ഈ മറ്റേ ബൈപ്പാസ് ഒന്നും ഇല്ലല്ലോ സ്കെയിലിൽ കയറാൻ, എല്ലാ സ്കെയിലും കയറി ഇറങ്ങണം. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് വീട്ടുകാരെ എല്ലാം കൂടെ നയാഗ്രയ്ക്ക് പോയപ്പോ ഞാൻ മറ്റേ ബെർലിംഗ്ടണുള്ള സ്കെയിലിന്റെ അകത്തൊരു കാറും കൊണ്ട് നമ്മള് സ്കെയിലുള്ളപ്പോ നാച്ചുറലി കൈകാലം നമ്മള് നാച്ചുറലി സ്കെയിലിൽ ചെയ്യുമ്പോ കേറുമല്ലോ. അത് കേറി കഴിഞ്ഞ് ഇപ്പുറത്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മൾ വിചാരിച്ചേ അയ്യോ ഇത് കാറല്ലേ, നമ്മള് കയറേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ. അത് കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ട്രക്കിന്റെ വേ ചെയ്യാതെ ഇപ്പുറത്തോടെ ഒരു ഇതുള്ളതുകൊണ്ട് അതിലിങ്ങ് പോവുകയും ചെയ്തു. വണ്ടിയിൽ ഇരുന്നവർ അത്ര ശ്രദ്ധിച്ചില്ല. നമ്മള് ഹൈവേക്കടെ കയറിയിട്ട് മനസ്സിലായി. പിന്നെ നമ്മള് പറ്റിയത് പിന്നെ വിളിച്ചു പറയേണ്ട കാര്യമില്ല, പറയാനില്ല. അവര് നോക്കുമ്പോഴത്തേക്കും ചേട്ടനെ അറിയാലോ ഇതുവഴിയൊക്കെ പോകുന്നതെന്ന്. ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും ഇവിടെ എത്തുമ്പോ ഇതുവഴി കയറി ഇറങ്ങണായിരിക്കും. നമ്മുടെ തലക്കകത്ത് മുഴുവൻ ഇങ്ങനെ ഇത് ബ്ലിങ്ക് ചെയ്യുമ്പോ കയറണമെന്നും പറഞ്ഞോണ്ടേ. അതുപോലെ ഞാൻ ഇന്നാളെ ആരണ്ട പറഞ്ഞപ്പോ കാറും കൊണ്ട് പോയപ്പോഴും ഇങ്ങനെ അത് ലണ്ടന് പോയപ്പോഴാ ലൈറ്റ് കത്തുന്നു പറയും. കോപ്പ് അത് കത്തിക്കിടക്കുവാണല്ലോ, കാറും കൊണ്ടാ പോണെന്നുള്ള മറന്നുപോയി. നമ്മൾ നോക്കുമ്പോ അതിനകത്ത് കേറണമല്ലോ. അപ്പൊ ആ ഒരു ചിന്ത കിടക്കുക. അപ്പൊ ഈ ലൈറ്റ് കത്തിയപ്പോ കോപ്പ് കത്തിക്കിടക്കാം. അത് കഴിഞ്ഞപ്പോ തന്നെ എപ്പോഴും ചോദിച്ചു അതിന് നമ്മള് കാറാണല്ലോ ഓടിക്കുന്നത്, വിട്ടുപോയി ചേട്ടാന്ന് പറഞ്ഞു. അതുപോലെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ മഞ്ഞ ഇതിന്റെ എംബ്ലോക്ക് കാണുമ്പോൾ ചായ കുടിക്കണം. അതുപോലെ തന്നെ ടിംഹോട്ടം കണ്ടു കഴിഞ്ഞാലും നമ്മളെ ആടി വന്നിട്ട് പിന്നെ തിരിച്ചു പോകുമ്പം പണ്ട് നമ്മൾ പറഞ്ഞ ഊളക്കാപ്പി എന്നൊക്കെ പറയാറ്. പക്ഷെ ഇതിപ്പോ ഓട്ടോമാറ്റിക്കലി അവിടെ വരുമ്പോ തന്നെ ഈ ബോർഡ് കാണുമ്പം കാപ്പി കുടിക്കാതെ എങ്ങനെയാ പോകുന്നു. ടിംഹോട്ടൻസ് അല്ലേ? എനിക്ക് പക്ഷെ ടിംഹോട്ടൻസ് അത്ര ഇത് അതെന്നാ വെച്ചാൽ ഞങ്ങളങ്ങനെ അത് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ തണുപ്പ് കൂട്ടിയൊക്കെ നമ്മള് വിന്ററിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ടീമാണല്ലോ. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ ഒന്നിച്ചാ പോകുന്നതും. അപ്പൊ പിന്നെ ഒരു ചായ എടുത്തെങ്കിൽ നമുക്ക് പോവാം, അല്ലെ കാപ്പി എടുത്ത് പോവാന്നും പറഞ്ഞു പോവാന്നുള്ള. അതിപ്പോ അന്നേരം നമുക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും പുള്ളി മേടിക്കുമ്പോ 2 എണ്ണം മേടിക്കും. അപ്പൊ 2 എണ്ണം മേടിക്കുമ്പോ നമ്മളും ഇത് എന്നാ പറയാ അങ്ങനെ അങ്ങ് കുടിച്ച് തുടങ്ങിയതാ. അപ്പൊ എന്തായാലും ഇത് എവിടെയോ ഉള്ള ഒരു ലൗസ് നോർത്ത് ഡക്കോട്ടയല്ലേ ഇവിടുന്ന്. ലോക്കിങ്ങുകാരനൊക്കെ ഇങ്ങോട്ട് ഓടാൻ തുടങ്ങിയത്. നമുക്കൊരു കാപ്പി എടുത്തിട്ട് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം. വണ്ടി ഉണ്ടോ പറയില്ല? ഇല്ലല്ലോ. ഇല്ല, ഒരുത്തൻ അവിടുന്ന് വരുന്നുണ്ട്. അമ്പലങ്ങി കിടക്കുന്നു. വരുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഇങ്ങനെ അങ്ങ് പോയേക്കാം. അവിടെ ശരിയാണ്, വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മള് റിവേഴ്സ് ഇടാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ കിടന്നവർ തന്നെ ഇല്ലേ, അവനൊരു മര്യാദ ഉള്ളവനാണ്. അവനെ കുറച്ചുകൂടെ ഒന്ന് മുമ്പിലേക്ക് കയറ്റിയിടാം. പണ്ട് അപ്പൊ നമ്മള് കിടന്ന് കളിക്കട്ടെ എന്ന് കണ്ടോണ്ടാ അവൻ വലിച്ചിടാണ്ടിരിക്കണ ടാങ്കറുകാരൻ.
ശരിയാണല്ലോ അവനോട് എനിക്ക് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ വട്ടം ചാടും. ഓ അതുകൊണ്ട് ചിലത് കാണിയ അതെ അവനങ്ങോട്ട് കയറ്റിയിട്ടാ മതില്ലോ. ആണോ? അത് ശരിയാണല്ലോ. ആ ടാങ്കറുകാരനെ അവനിപ്പൊ കയറ്റിട്ടു. അല്ല പഞ്ചാബി കേട്ടോ. കാരണം പൈപ്പ് അവനങ്ങോട്ട് വരിക അവന് ഇങ്ങനെ ഇട്ടേക്കണ. അപ്പം നമ്മളാദ്യം ഇച്ചിരി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞാ നമ്മളിരുന്നേ. ഞാനാദ്യം ഓർത്ത് വെള്ളക്കാരൻ, കാരണം നമ്മൾ കിടന്ന് കളിച്ചോട്ടെ എന്നുള്ള ഒരു രീതി. ഇത് പറഞ്ഞിട്ടില്ല, അവന് ബോധമില്ലാത്തവനായിരിക്കും. ചേട്ടാ പയ്യെ കിടന്നോട്ടെ. കിടക്കണോ? ഓക്കെ. നമ്മളിപ്പോൾ ഫ്യൂവൽ അടിക്കാൻ പോകുന്നത് ഫാർഗോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഫാർഗോ ഈ നോർത്ത് ഡക്കോട്ടേനെയും മിനിസോട്ടേനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബോർഡർ ടൗൺ ആണ് ഈ ഫാർഗോ. അവിടുന്ന് ഫുൾ ടാങ്ക് അടിക്കണം. നമുക്ക് ബോർഡറിലേക്ക് ഇവിടുന്ന് ഇപ്പം 1690 കിലോമീറ്റർ ആണുള്ളത്. ഏകദേശം നാളെ വൈകുന്നേരത്തേക്ക് വീടെത്തുമായിരിക്കും. സമയം നമ്മുടെ ഒൻറ്റാറിയോ ടൈം 7:30 ആയി കേട്ടോ. ഫാർഗോയിലെത്തി. Take exit 349A on the right to I-29 South. In 1.5 kilometers, take exit 62 on the right. Then after Love's Travel Stop, you'll turn left into the parking lot. പരിചയമില്ലാത്ത ലവ്സ് ആയതുകൊണ്ട് ഇതെങ്ങോട്ടാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗൂഗിൾ മാപ്പും കൂടെ ഓണാക്കി വെച്ച് ആണ് വന്നത്. അതാണ് നിങ്ങൾ കച്ചാന്ന് 2-3 പേര് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന് കേട്ടത്. അത്യാവശ്യം തിരക്കുള്ള ലവ്സ് ആണല്ലോ. ഞാൻ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല. കാരണം പൊതുവെ റോഡൊന്നും വലിയ തിരക്കില്ലാത്ത റോഡല്ലായിരുന്നു. പക്ഷെ ഒത്തിരി ഗ്യാസ് സ്റ്റേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എല്ലാവരും ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നത്. നമ്മുടെ ഫ്യൂവല് ഓൾമോസ്റ്റ് എംറ്റി ആയിരുന്നു കേട്ടോ. കാരണം ഇന്നലെ മിസൂളയിൽ നിന്ന് നമ്മൾ ഫ്യൂവൽ അടിച്ചത് 50 ഗാലനെ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും ദൂരം നല്ല കാറ്റത്തൂടെ ഇത്രയും ലോഡും വെച്ച് നമ്മൾ വന്നില്ലേ. ഇനി നമുക്ക് അപ്പുറം കൂടെ പോയി അടിക്കാം. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാം, നമുക്ക് 2 സൈഡിലും ടാങ്കും ഉണ്ട്, 2 സൈഡിലും ഫ്യൂവൽ അടിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. യു എസിലാണെങ്കിൽ നമുക്ക് എന്നാ പറ്റേ ഇപ്പോൾ പറഞ്ഞ വഴി തന്നെ എന്തോ പണി പാളിയല്ലോ. സംഭവം എന്ന് വെച്ചാൽ യു എസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടാങ്കിലും ഒരേ സമയത്ത് ഫ്യൂവൽ അടിക്കാം. പക്ഷേ കാനഡയിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു സമയത്ത് ഫ്യൂവൽ അടിക്കാൻ പറ്റുള്ളൂ. സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണെന്ന് പറയുന്നത്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എന്തായാലും സാറ്റലൈറ്റിൽ നമുക്ക് ഫ്യൂവൽ അടിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്ത് പറ്റി? മറ്റേടത്ത് ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ? എന്തായാലും ഇവിടുത്തെ സാറ്റലൈറ്റിൽ ഇപ്പം ഫ്യൂവൽ അടിക്കുന്നില്ല.
കാരണം അത് പമ്പ് ഓണാവുന്നില്ല. അപ്പോൾ നമുക്കെന്തായാലും അപ്പുറത്തെ സൈഡിലത്തെ അടിച്ച് കഴിയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റേത് ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കാം ഇത് വർക്കാവാത്തത്. ഇത് സ്പീഡും കുറവാട്ടോ. നിങ്ങൾക്കൊരു രസം കേൾക്കണം. US എവിടെ ചെന്നാലും നമുക്ക് രണ്ട് സൈഡിലും ഒരേ സമയത്ത് നമുക്ക് ഫ്യൂൽ അടിക്കാൻ പറ്റും. പക്ഷേ ഇന്നിപ്പം സാധാരണ രീതിയിൽ നമ്മളത് പറയാറുമില്ല. പക്ഷേ ഇന്നിപ്പം നമ്മൾ പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം വർക്ക് ചെയ്തില്ലല്ലോ. അപ്പോൾ ഈ സൈഡിലെ ടാങ്കിൽ അടി കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറം ചുമ്മാ ഒന്ന് ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ഇനിയിപ്പോൾ നോർത്ത് ഡക്കോട്ടയുടെ വല്ല റൂൾസിൻ്റെ ഭാഗമായിട്ടാണോ അതോ ഈ പമ്പിൽ മാത്രമുള്ള എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും ഒരേ സമയത്ത് അടിക്കാൻ പറ്റില്ല. അപ്പോൾ വേണ്ട 214 ഗാലനാണ് നമ്മളിവിടെ അടിച്ചേക്കുന്നത്. നമുക്കൊന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് വാഷ്റൂം ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്ക് ഫ്യൂലിങ്ങിൽ വലിച്ചിട്ടിട്ട് വാഷ്റൂമൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അപ്പുറം നിന്ന ഒരു കാട്ടർബി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടൈപ്പ് വെള്ളക്കാരനായിരുന്നേ. അപ്പം അവിടെ നമ്മൾ ഇട്ടിട്ട് വണ്ടി ലോക്ക് ചെയ്തിട്ട് പോകുന്ന അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെയാണ് ഒരു പാർക്കിംഗ് അവൈലബിളും. അപ്പം മാറ്റിയിട്ടിട്ട് അങ്ങ് പോയേക്കാം. നമ്മുടെ ചില കൂട്ടുകാർ കോഫി ഡ്രിങ്കിങ് ഇച്ചിരി കൂടുന്നില്ലേ എന്ന മെസ്സേജ് അയച്ചായിരുന്നു. സംഭവം വേറൊന്നുമല്ല, സംഭവം അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ നമ്മളിത് നിറച്ച് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എങ്ങാനും ഇടയ്ക്ക് കോഫി സിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ അതിന് വേണ്ടി തപ്പി നടക്കണ്ട. അല്ല, നമ്മളിത് എടുക്കുന്നത് മുഴുവനൊന്നും എപ്പോഴും കുടിക്കുന്നില്ല, പക്ഷേ മിക്കവാറും കുടിക്കട്ടോ, അത് വേറെ കാര്യം. കാരണം നമ്മുടെ കോഫിക്ക് വേണ്ടിയിട്ട് ക്രേവിങ് ആയിട്ട് നടക്കുമ്പോൾ അത് കിട്ടണമെന്നില്ലല്ലോ. കിട്ടുമ്പോൾ എടുത്ത് വെക്കാം, അത്രേ ഉള്ളൂ. അതായത് നല്ലൊരു ഫ്രഷ് കാപ്പി എടുത്ത് നമ്മൾ തിരിച്ച് വണ്ടി എടുക്കാൻ പോവാം. ബ്രേക്ക് ഇവിടെ നിന്ന് ഇടുന്നില്ല. അതെന്നു വെച്ചാൽ നമുക്ക് ഇപ്പോൾ തന്നെ മിനിസോട്ട കയറില്ല. മിനിസോട്ടയുടെ കുറച്ച് കാഴ്ചകളും കൂടെ കൊണ്ടുവന്നിട്ട് രാത്രി ആവുന്നതിന് മുമ്പേ എന്നിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. പറ്റുവാണെങ്കിൽ മിനിസോട്ട ഇട്ട് എടുക്കാം. നമുക്ക് ഇവിടുന്ന് ബോർഡറിലേക്ക് 1600 കിലോമീറ്റർ ആട്ടോ ഉള്ളത്. 1600. അങ്ങനെ വീണ്ടും നമ്മൾ I-94ലേക്ക് കയറിയിരിക്കുകയാണ്. ഇൻ്റർസ്റ്റേറ്റ് 94. ഇവിടുത്തെ ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനിപ്പോൾ നമ്മുടെ നോർത്ത് ഡക്കോട്ടനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തപ്പുമായിരുന്നേ. അങ്ങനെ തപ്പിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ നോർത്ത് അമേരിക്കയുടെ സെൻട്രൽ പോയിൻ്റ് ആയിട്ട് വരുന്ന ഒരു പോയിൻ്റ് ജോഗ്രഫിക്കലി അങ്ങനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ നോർത്ത് ഡക്കോട്ടയിലെ ഒരു പോയിൻ്റായിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഈ ഡക്കോട്ട എന്ന് പറയുന്ന സ്ഥലം സൗത്ത് ഡക്കോട്ട എന്ന സ്റ്റേറ്റും നോർത്ത് ഡക്കോട്ട എന്ന സ്റ്റേറ്റുമായിട്ട് ഡിവൈഡ് ചെയ്തല്ലോ. അപ്പോൾ ആ ഡിവൈഡ് ചെയ്ത് ഇത് രണ്ടും ഒരേ ദിവസമാണ് അമേരിക്കൻ യൂണിയൻ്റെ ഭാഗമായത്. നമ്മുടെ മുമ്പിൽ പോയ ഈ ഡോഡ്ജ് കണ്ടോ? ഈ ഡോഡ്ജിൻ്റെ മുമ്പിൽ ഒരു സാധനം പ്ലേറ്റ് പോലെ ഇരിക്കുന്നത് കണ്ടോ? ആ പ്ലേറ്റ് അത് സ്റ്റാർലിങ്ങിൻ്റെ ഇൻ്റർനെറ്റ് ആണോ? ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കും അത്, സ്റ്റാർലിങ്ങിൻ്റെ. പിന്നെ നോർത്ത് ഡക്കോട്ടയുടെ വേറൊരു വിശേഷം ഇതിനകത്ത് പറഞ്ഞേക്കണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും കുറവ് ടൂറിസ്റ്റുകൾ ഒരു സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ അത് നോർത്ത് ഡക്കോട്ടയിലാണ്. ശരിക്കും പറഞ്ഞാൽ ശരി, ഇതിനകത്ത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തെടുത്തോളം അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് കാണാൻ വരാനേ. ഇപ്പം മൊണ്ടാനേനെയൊക്കെ പറയുമ്പോൾ സിമിലർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ അതുപോലെ ഉള്ളൂ, ബാക്കി സൈഡ് അടിപൊളിയാണ്. സെയിം വയോമിങ്ങിനും അതുപോലെ തന്നെ. കുറേയൊക്കെ പ്ലെയിൻസ് ആണെന്നുണ്ടെങ്കിലും വലിയ സ്റ്റേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു മേജർ ഏരിയയിൽ നല്ല മൗണ്ടൻസും കാണാൻ രസമുള്ള റിവർ റാഫ്റ്റിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഇതിപ്പം മൊത്തം ഇതുപോലെ പ്രയറീസ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. ഇപ്പം നമ്മുടെ കാനഡയുടെ ഭാഗമായിട്ടുള്ള മാനിറ്റോബ നോക്കിയാലും സസ്കച്ചോൺ നോക്കിയാലും സെയിം ഒരു ടെറൈനാണ് നമ്മൾ ഇത്രയും നേരം വന്നുകൊണ്ടിരുന്നത്, വളരെ പ്ലെയിൻ ആയിട്ടുള്ള.
വേണ്ട, നമ്മുടെ മുമ്പിൽ ഒരു ബോർഡ് വരുന്നുണ്ട്, റെസ്റ്റ് ഏരിയ ഹാഫ് മൈൽ എന്ന് പറഞ്ഞുകൊണ്ട്. അത് മിനിസോട്ടയുടെ കേട്ടോ. നമ്മൾ നേരത്തെ ക്യാമറ ഓഫ് ചെയ്ത് ജസ്റ്റ് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും മിനിസോട്ട, വെൽക്കം ടു മിനിസോട്ട എന്നുള്ള ആ ബോർഡ് അങ്ങ് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഒഫീഷ്യലി ഇപ്പോൾ നമ്മൾ മിനിസോട്ട എന്ന് പറയുന്ന സ്റ്റേറ്റിലാണുള്ളത്. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം മിനിസോട്ട എന്ന് കേട്ട് കഴിഞ്ഞാൽ ചാടി ബ്രോക്ക് ലെസ്നാർ എന്നായിരിക്കുമല്ലോ ഓർമ്മ വരുന്നത്. ബ്രോക്ക് ലെസ്നാറിൻ്റെ നാടാണ് മിനിസോട്ട. നമ്മളിപ്പോൾ കടന്നു പോകുന്ന നോർത്ത് ഡക്കോട്ട ഇല്ലേ, നോർത്ത് ഡക്കോട്ട ഇപ്പം നമ്മൾ യുഎസിൻ്റെ പല സ്റ്റേറ്റുകളെ കുറിച്ചും കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കാത്ത ചില സ്ഥലങ്ങളല്ലേ ഡക്കോട്ടാസൊക്കെ. നോർത്ത് ഡക്കോട്ട, സൗത്ത് ഡക്കോട്ട. പക്ഷെ എനിക്ക് തോന്നുന്നു നോർത്ത് ഡക്കോട്ടയിലാന്ന് തോന്നുന്നു മറ്റേ കുറേ 4 പ്രസിഡന്റുമാരുടെ ഫേസ് കുത്തിവെച്ച വലിയ പാറയുടെ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, അതിവിടെ നോർത്ത് ഡക്കോട്ടയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, നോർത്ത് ഡക്കോട്ടയുടെ ക്യാപിറ്റലാണ് ബിസ്മാർക്ക് എന്ന് പറയുന്ന ഒരു ടൗൺ. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് കേൾക്കുന്നത്, ബിസ്മാർക്ക്. ഇപ്പോൾ ഗൂഗിൾ തപ്പിയപ്പോൾ ആ പേര് കണ്ടത് തന്നെ. അതുപോലെ നമ്മളിപ്പം നോർത്ത് ഡക്കോട്ടയിൽ നിന്ന് കയറിയ മിനിസോട്ടയുടെ ക്യാപിറ്റൽ സെയിൻറ്റ് പോൾ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. പക്ഷേ സെയിൻറ്റ് പോളിനേക്കാളും നമ്മൾ കേട്ടേക്കാൻ സാധ്യത മിനിയാപോളിസ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അതല്ല മിനിസോട്ടയിലാണ്. എന്തായാലും ഒരു തിരക്കും ഇല്ലാത്ത ഒരു സ്ഥലവും ആൾക്കാരും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, നമ്മുടെ ബ്രോക്ക് ലെസ്നാറിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന പോലെ തന്നെ കുറച്ച് ഫാമിങ്ങും ഹണ്ടിങ്ങും ഫിഷിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്ന കുറച്ച് സാധാരണ ജനങ്ങളുടെ ഒരു സ്ഥലം. പക്ഷേ കൂടുതലും വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാട്ടോ. വലിയ കൾച്ചറൽ മിക്സ് ഒന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സന്തോഷവും കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലം. സമയം 9:45 നമ്മുടെ റെസ്റ്റ് ഏരിയ എത്തി. വൈകി ഇവിടെ നിർത്തി ബ്രേക്ക് എടുത്തേക്കാം. ഇപ്പം മുന്നോട്ട് പോകുന്തോറും ഇത് കുറവാണെന്നുണ്ടെങ്കിലോ, അങ്ങനെയല്ല മിക്ക ട്രക്കുകളൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് നേരത്തെ കയറ്റി പാർക്ക് ചെയ്തേക്കുന്നതായിരിക്കും. പിന്നെ സ്ഥലം കിട്ടിയില്ല, അത് നടക്കുകയല്ല. ഫ്രണ്ടിലേക്ക് പോയാൽ പാർക്കിംഗ് ഒന്നും ഇല്ലയെന്ന് തോന്നും. ഇവിടെ നോക്കുമ്പോൾ അത് മുഴുവനും ഫുള്ളായി കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഇടാം. സമയം പാതിരാത്രി 3:30 ആയി കേട്ടോ. നമ്മൾ വിസ്കോൺസിനിൽ കയറിയായിരുന്നു. വിസ്കോൺസിനിൽ എവിടെയോ ഉള്ള ഒരു ലൗസിൽ നിർത്തി നമ്മൾ ഷിഫ്റ്റ് മാറുക. നമ്മുടെ ദേവസ്യാച്ചൻ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആകാൻ വേണ്ടി പോയേക്കാം. നമുക്കൊന്ന് വാഷ്റൂമൊക്കെ ഉപയോഗിച്ചേക്കാം. നമ്മളിപ്പം വിസ്കോൺസിനിലെ ഓക്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് ഞാൻ ഗൂഗിൾ മാപ്പിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു. വിൻഷീൽഡ് ഒന്ന് ക്ലീൻ ആക്കാം, ഭയങ്കര ഡേർട്ടിയാണ്. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് പ്രാണികളുടെ ബഹളാണേ. നമ്മൾ ദേവസ്യാച്ചനാണെങ്കിൽ ഫ്രഷ് ആകാൻ പോയേക്കുമല്ലേ. ഞാൻ നിങ്ങളെ വിൻഷീൽഡ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എത്ര ക്ലീനാക്കിയിട്ടും ഒരു കാര്യമില്ല. ക്ലീനാക്കി റോഡിലേക്ക് ഇറങ്ങി 5 മിനിറ്റിനുള്ളിൽ ഭയങ്കര വൃത്തികേടാണ് കേട്ടോ. നമ്മളെ വിൻഷീൽഡിൻ്റെ അവസ്ഥ കണ്ടോ. ഇതാണ് റോഡിൽ ഓടുന്ന വണ്ടികളുടെ അവസ്ഥ സമ്മറിൽ. നോക്കിക്കോണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ആണ് നമുക്ക് കിട്ടുന്ന വിഷ്വൽസ് കിട്ടുന്നത്. പിന്നെ ഗോപ്രോ അതിന് നല്ലതായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ദേവസ്യാച്ച ഫ്രഷ് ആയെല്ലാം വന്ന് നമ്മൾ വണ്ടി എടുത്ത് ഇനി പയ്യെ പോവാം കേട്ടോ. നമുക്ക് ഏകദേശം 890 കിലോമീറ്ററാണ് ബോർഡറിലേക്കുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ കൊണ്ടുവരുന്ന നമ്മുടെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.